നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഐ സ്റ്റഡീഡ്, ഐ ഹാവ് സ്റ്റഡീഡ്, ഐ ഹാഡ് സ്റ്റഡീഡ്. ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്നും പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഓരോന്നും എപ്പോൾ ഉപയോഗിക്കണം എന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളത് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയാണ്, ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. പഠിക്കുക എന്നുള്ളതിന് ടു സ്റ്റഡി എന്നാണ് പറയുക. ഇവിടെ പഠിച്ചു എന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് സ്റ്റഡീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് ഞാൻ പഠിച്ചത്? ഇന്നലെ, യെസ്റ്റർഡേ. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്തത്, അയാൾ കഴിഞ്ഞ ആഴ്ച ഒരു മൂവി കണ്ടു. അതെങ്ങനെ പറയും? ഹി സോ എ മൂവി ലാസ്റ്റ് വീക്ക്. അപ്പോഴും ശ്രദ്ധിക്കണം, എപ്പോഴാണ് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് വീക്ക്. പിന്നെ കാണുക എന്നുള്ളതിന് സീ എന്ന് പറയും, കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ടാണ് സോ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു സംശയം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ നമ്മൾ പറയില്ലേ വാച്ച് ദ മൂവി എന്ന്. അപ്പോൾ അതെന്താ വ്യത്യാസം? നമ്മൾ വീട്ടിൽ നമ്മുടെ ടി വിയിൽ ഒരു മൂവിയോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ ഒക്കെ കാണുന്നതിന് വാച്ച് എന്ന് പറയും. പക്ഷേ പുറത്ത് തിയേറ്ററിൽ പോയി ഒരു മൂവി കാണുകയാണെങ്കിൽ അവിടെ സാധാരണ സീ എന്നാണ് യൂസ് ചെയ്യുക. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അവൾ എന്നെ 2 ദിവസം മുൻപ് വിളിച്ചു. എപ്പോഴാണ് വിളിച്ചത്? 2 ദിവസം മുൻപ്. അപ്പോൾ എപ്പോഴാണ് വിളിച്ചതെന്ന് നമുക്ക് കൃത്യം അറിയാം അല്ലേ? ഇവിടെ ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് ഷീ കോൾഡ് മീ 2 days ago എന്നാണ്. 2 ദിവസം മുൻപ് എന്നതിനാണ് കേട്ടോ 2 days ago എന്ന് നമ്മൾ പറയുന്നത്. കണ്ടോ, ഇവിടെയും പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്, പക്ഷെ അത് എപ്പോഴാണ് നടന്നതെന്ന് നമുക്ക് കൃത്യം അറിയാവുന്നത് കൊണ്ട് നമ്മളിവിടെ കോൾഡ് എന്നാണ് യൂസ് ചെയ്തത്. അതായത് ഇവിടെ എല്ലാം നമ്മൾ വേർബിൻ്റെ രണ്ടാമത്തെ ഫോം, ആ പാസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന് ഒരു പേരുണ്ട് കേട്ടോ, ഈ ടെൻസിന്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നാണ്. ഇനി ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. പണ്ട് ആളുകൾ ലളിതമായി ജീവിച്ചു, അതായത് ലളിതമായ ജീവിതം നയിച്ചു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇൻ ദ പാസ്റ്റ് പീപ്പിൾ ലിവ്ഡ് എ സിമ്പിൾ ലൈഫ്. കണ്ടോ, ഇവിടെ ജീവിച്ചു എന്ന് പറയാൻ ലിവ്ഡ്, ആ വേർബിൻ്റെ രണ്ടാമത്തെ ഫോം യൂസ് ചെയ്തു. അപ്പോൾ എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൻ ദ പാസ്റ്റ്, പണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തത്. ഇനി അടുത്തത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കഴിഞ്ഞ രാത്രി ഞങ്ങൾ പുറത്ത് പോയി. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? പോവുക എന്നുള്ളതിന് ടു ഗോ എന്നാണ് പറയുക. പക്ഷെ പോയി എന്ന് പറയാൻ ഗോയുടെ പാസ്റ്റ് ടെൻസ് വെൻ യൂസ് ചെയ്യണം. എന്ത് പറയും? വി വെൻറ്റ് ഔട്ട് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രിക്കാണ് ലാസ്റ്റ് നൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെയും എപ്പോൾ നടന്നു, ഈ കാര്യം എപ്പോഴാണ് നമ്മൾ പാസ്റ്റിൽ ചെയ്തത് എന്നറിയാവുന്നത് കൊണ്ടാണ് V2 ഫോം, അതായത് വേർബിൻ്റെ രണ്ടാമത്തെ ഫോം നമ്മൾ യൂസ് ചെയ്തത്. പക്ഷേ എനിക്കിനി ഇങ്ങനെ പറയണമെങ്കിലോ, ഇന്നലെ രാത്രി ഞങ്ങൾ പുറത്ത് പോയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ പറയും വി ഡിഡ് നോട്ട് ഗോ ഔട്ട് ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ പോയി എന്ന് പറയാൻ വെൻറ്റ് എന്നാണ് പറഞ്ഞത്, പക്ഷെ പോയില്ല എന്ന് പറയാൻ ഡിഡ് നോട്ട് ഗോ എന്ന് പറഞ്ഞു. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമുക്കൊരു കാര്യം ഇല്ല, ചെയ്തില്ല, പോയില്ല എന്നൊക്കെ പറയണമെങ്കിൽ ഡിഡ് നോട്ട് ആഡ് ചെയ്തിട്ട് ആ വേർബിൻ്റെ ബേസ് ഫോമാണ് യൂസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, എപ്പോഴും നമ്മളിങ്ങനെ പറയുമ്പോൾ വി ഡിഡ് നോട്ട് ഗോ എന്ന് പറയില്ല. നമ്മൾ എളുപ്പത്തിൽ കാര്യം പറയാനല്ലേ ശ്രമിക്കുക. അപ്പോൾ അവിടെ നമ്മളതൊന്ന് ചുരുക്കി പറയും. അപ്പോൾ നമുക്ക് പറയാം വി ഡിഡ്ന്റ് ഗോ ഔട്ട്. ഡിഡ് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ. പാസ്റ്റിൽ നടന്നൊരു കാര്യം എപ്പോഴാണ് നടന്നത് എന്ന് നമുക്കറിയാമെങ്കിൽ അവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അതായത് വേർബിൻ്റെ V2 ഫോമാണ് അവിടെ വരിക. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള സെൻറ്റൻസസിൽ നമ്മൾ ചില വാക്കുകൾ കാണും. അതായത് യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, അല്ലെങ്കിൽ എഗോ, ഇൻ ദ പാസ്റ്റ്, ഇങ്ങനെയുള്ള വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെ നമ്മൾ കാണും. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഞാൻ പറയാണ്, അവൾ കിടക്കുന്നതിന് മുൻപ് ഹോം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ 2 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവൾ കിടന്നു, അതിന് മുൻപ് അവൾ ഹോം വർക്ക് ചെയ്തു. അപ്പോൾ ഇതിലേതാണ് ആദ്യം ചെയ്തത്? ആദ്യം ഹോം വർക്ക് ചെയ്തു അല്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കൂ. ഷീ ഹാഡ് ഡൺ ഹെർ ഹോം വർക്ക് ബിഫോർ ഷീ വെൻറ്റ് ടു ബെഡ്. കിടക്കുന്നതിന് മുൻപ്, അതാണ് ബിഫോർ ഷീ വെൻറ്റ് ടു ബെഡ് എന്ന് നമ്മൾ പറഞ്ഞത്. പിന്നെ അതിന് മുൻപ് അവൾ ഹോം വർക്ക് ചെയ്തിരുന്നു എന്നെങ്ങനെയാണ് പറഞ്ഞത്? ഷീ ഹാഡ് ഡൺ ഹെർ ഹോം വർക്ക്. ഇവിടെ കണ്ടോ ഹാഡ് ഡൺ എന്ന് പറഞ്ഞത്. അപ്പോൾ പാസ്റ്റിൽ നടന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യം നടന്ന കാര്യം ഏതാണോ അതിനെക്കുറിച്ച് പറയാനാണ് നമ്മളിവിടെ ഈ ഹാഡ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡൺ എന്നുകൂടെ യൂസ് ചെയ്തത്. ഈ ഡൺ എന്ന് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ചെയ്യുക എന്നുള്ളതിന്, ഹോംവർക്ക് ചെയ്യുക എന്നുള്ളതിന് ഡു ഹോംവർക്ക് എന്നാണല്ലോ പറയുക. ആ ഡു എന്ന വേർബിൻ്റെ 3ാമത്തെ ഫോമാണ് ഈ ഡൺ.
ഡു, ഡിഡ്, ഡൺ. അതാണ് ഇവിടെ നമ്മൾ ഹാഡിൻ്റെ കൂടെ യൂസ് ചെയ്തത്. അപ്പോൾ സെൻറ്റൻസ് നിങ്ങൾ കണ്ടല്ലോ, ഷീ ഹാഡ് ഡൺ ഹെർ ഹോം വർക്ക് ബിഫോർ ഷീ വെൻറ്റ് ടു ബെഡ്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സെൻറ്റൻസിൽ രണ്ടാമത്തെ ഭാഗം ഉണ്ടല്ലോ, ബിഫോർ ഷീ വെൻറ്റ് ടു ബെഡ്, വേണമെങ്കിൽ സെൻറ്റൻസിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമുക്കിത് വരുത്താം. അതായത് ഇങ്ങനെയും പറയാം, ബിഫോർ ഷീ വെൻറ്റ് ടു ബെഡ് ഷീ ഹാഡ് ഡൺ ഹെർ ഹോം വർക്ക്. അതും ശരിയാണ്. ഇനി ഞാൻ പറയുന്ന സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. അത്താഴം കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കാൻ പോയി. അപ്പോൾ ഇവിടെയും പാസ്റ്റിൽ രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യം ഡിന്നർ കഴിച്ചു, അത് കഴിഞ്ഞിട്ട് നടക്കാൻ പോയി. അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കൂ. വി വെൻ ഫോർ എ വാക്ക് ആഫ്റ്റർ വി ഹാഡ് ഫിനിഷ്ഡ് ഡിന്നർ. കണ്ടോ, ആദ്യം നടന്ന കാര്യം ഡിന്നർ കഴിക്കലായിരുന്നല്ലോ, അവിടെ നമ്മൾ ഹാഡ് ചേർത്ത് പറഞ്ഞു, വി ഹാഡ് ഫിനിഷ്ഡ് ഡിന്നർ. രണ്ടാമത് നടന്നത് പുറത്ത് പോയി എന്നുള്ളതാണ്, അവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തത്. ശ്രദ്ധിച്ചത്, വി വെൻ ഫോർ എ വാക്ക് എന്നാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ഇവിടെ ഈ ആഫ്റ്റർ എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അത് കഴിഞ്ഞിട്ട് എന്നർത്ഥത്തിലാണ് നമ്മൾ ആഫ്റ്റർ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ബിഫോർ, ആഫ്റ്റർ എന്നൊക്കെയുള്ള വാക്കുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് ആദ്യം നടന്നതെന്നും ഏതാണ് രണ്ടാമത് നടന്ന പ്രവൃത്തിയെന്നും. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഇതുപോലെ ഒരെണ്ണം കൂടെ. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. വെൻ വി റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. അപ്പോൾ ഏതാ ആദ്യം സംഭവിച്ചത്? ആദ്യം ട്രെയിൻ പോയി, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റേഷനിലെത്തിയത്. അതാ പറഞ്ഞത്, വെൻ വി റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ലീവാണ് വേർബ്, പോവുക, വിട്ടു പോവുക എന്നുള്ള അർത്ഥത്തിൽ. അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ലെഫ്റ്റ്. അപ്പോൾ ഇതെങ്ങനെ പറയും? ട്രെയിൻ ദാ തൊട്ട് മുൻപ് പോയി കഴിഞ്ഞു എന്ന് അയാൾ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആദ്യം ട്രെയിൻ പോയി, ആ കാര്യമാണ് ഇയാൾ പിന്നീട് നമ്മളോട് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത്, ഹി ടോൾഡ് us ദാറ്റ് ദ ട്രെയിൻ ഹാഡ് ജസ്റ്റ് ലെഫ്റ്റ് എന്നാണ്. ട്രെയിൻ ദാ ഇപ്പം അങ്ങോട്ട് പോയുള്ളൂ, അതുകൊണ്ടാണ് ദ ട്രെയിൻ ഹാഡ് ജസ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടല്ലോ, അയാൾ നമ്മളോട് ഇന്നതാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നത്, അവിടെ നമ്മളിങ്ങനെ യൂസ് ചെയ്യേണ്ടി വരും. ഹി ടോൾഡ് us ദാറ്റ് ദ ട്രെയിൻ ഹാഡ് ജസ്റ്റ് ലെഫ്റ്റ്. ഇനി മലയാളത്തിൽ ഈ സെൻറ്റൻസ് ഒന്ന് നോക്കൂ. തൊട്ട് മുൻപ് ഭക്ഷണം കഴിച്ചിരുന്നത് കൊണ്ട് എനിക്ക് വിശപ്പ് തോന്നിയില്ല. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ രണ്ടും പാസ്റ്റിൽ നടന്ന കാര്യമാണ്. എനിക്ക് വിശപ്പ് തോന്നിയില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? അതിന് മുൻപ് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത് നോക്കൂ. ഐ ഡിഡ്ന്റ് ഫീൽ ഹംഗ്രി ആസ് ഐ ഹാഡ് ജസ്റ്റ് ഈറ്റൻ. കണ്ടോ, അതിന് തൊട്ട് മുൻപ് കഴിച്ചിരുന്നു. ഐ ഹാഡ് ജസ്റ്റ് ഈറ്റൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഈ ആദ്യം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ എപ്പോഴും ഹാഡും വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടെൻസിനെ നമ്മൾ വിളിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ്. ആ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ചിലപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയില്ലേ, എനിക്ക് അയാൾ ആരാന്നറിയില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് നോ ഹൂ ഹി വാസ്. പാസ്റ്റ് ടെൻസ് ആണ്. എന്തുകൊണ്ടാണ് അറിയാത്തെ? അതിന് മുൻപ് ഞാൻ അയാളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ എങ്ങനെ പറയുന്നത് നോക്കൂ. ഐ ഹാഡിൻ സീൻ ഹിം ബിഫോർ. കണ്ടോ, അതിന് മുൻപ് ഞാൻ അയാളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡിൻ സീൻ ഹിം ബിഫോർ. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ അവിടെയും യൂസ് ചെയ്തത്. ഇനി ഒരു സെൻറ്റൻസ് കൂടെ പറയാം. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അവൻ സ്കൂളിലേക്ക് തിരിച്ചുപോയി. എന്താ കാരണം? അവൻ ക്ലാസ് റൂമിൽ ബാഗ് മറന്ന് വെച്ചിരുന്നു. അപ്പോൾ ആദ്യം നടന്ന ഏതാണെന്ന് മനസ്സിലായല്ലോ, ബാഗ് മറന്നു വെച്ചു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹി വെൻറ്റ് ബാക്ക് ടു സ്കൂൾ ബിക്കോസ് ഹി ഹാഡ് ലെഫ്റ്റ് ഹിസ് ബാഗ് ഇൻ ദ ക്ലാസ് റൂം. കണ്ടോ, ആദ്യം നടന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഹാഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യം നടന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ചില സെൻറ്റൻസസ് കാണും, ഒന്നിലധികം കാര്യങ്ങൾ, ഒന്നിലധികം വേർബ് നമ്മളോട് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ആക്ഷൻസ് നമ്മൾ പറയുന്നുണ്ട്. അതെല്ലാം ചിലപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നെ വന്നേക്കാം. അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഇപ്പോൾ ആരെങ്കിലും ഒരു പാൻ കേക്ക് ഉണ്ടാക്കുക എന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ബാറ്റർ നമ്മൾ റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, ആദ്യം അവൾ മുട്ട ചേർത്തു, അത് കഴിഞ്ഞിട്ട് പാൽ അതിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് രണ്ടും വളരെ അടുത്തടുത്തായിട്ട് നടക്കുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആദ്യം നടന്ന കാര്യത്തിനൂടെ ഹാഡ് ചേർക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, ഷീ ആഡഡ് ദി എഗ്സ്. അവൾ മുട്ട ചേർത്തു, എന്നിട്ട് പാലൊഴിച്ചു. ആൻഡ് ദെൻ poured ഇൻ ദ മിൽക്ക്. കണ്ടോ, ഇവിടെ നമ്മൾ രണ്ട് വേർബും സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്തത്. ആഡഡ്, poured. അല്ലാതെ ആദ്യം മുട്ട ചേർത്തത് കൊണ്ട് ഷീ ഹാഡ് ആഡഡ് ദി എഗ്സ് എന്നിവിടെ പറയുന്നില്ല. കാരണം രണ്ടും വളരെ അടുത്തായിട്ട് നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ രണ്ട് കാര്യത്തിനും യൂസ് ചെയ്യും കേട്ടോ. ഇതുപോലെ വേറൊരെണ്ണം.
ഞാൻ ബസ്സിൽ കയറി എന്നിട്ട് ഇരുന്നു. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്ത് നടക്കുന്ന കാര്യങ്ങളാണല്ലേ. അപ്പം എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഐ ഗോട്ട് ഓൺ ദ ബസ് ആൻഡ് സാറ്റ് ഡൗൺ. അപ്പോൾ നമ്മൾ ആദ്യം ബസ്സിൽ കയറുകയാണ് ചെയ്തത് എന്ന് വെച്ചിട്ട് ഐ ഹാഡ് ഗോട്ട് ഓൺ ദ ബസ് എന്നൊന്നും പറയില്ല കേട്ടോ. ഇവിടെ രണ്ട് ആക്ഷൻസിനും നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എപ്പോഴാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് അടുത്തയാൾ നോക്കാം. ഇങ്ങനൊരു സിറ്റുവേഷൻ ഓർത്ത് നോക്കൂ. ഞാനൊരാളെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണ്. അപ്പോൾ ഞാൻ അയാളോട് പറയാണ്, ഞാൻ നിങ്ങളെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പാസ്റ്റിൽ എപ്പോഴോ കണ്ടു എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ എപ്പോഴാണ് കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ പറയുക ഐ ഹാവ് സീൻ യു ബിഫോർ എന്നാണ്. മുൻപ് എപ്പോഴോ, സമയം നമ്മൾ പറയുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ബിഫോർ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താ വന്നത് നോക്കൂ. ഐ ഹാവ് സീൻ യു ബിഫോർ. ഈ കാണുക എന്നുള്ളതിന് സീൻ ആണല്ലോ പറയുക. അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് സീൻ. സീ, സോ, സീൻ. അതാണ് ഇവിടെ നമ്മൾ ഹാവിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിച്ചത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഒരു ആളോടുള്ള സംസാരത്തിനിടയ്ക്ക് ഞാൻ പറയാണ്, അയാൾ ആരാണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൂ ഹീ ഈസ്. ഐ ഡോണ്ട് നോ ഹൂ ഹീ ഈസ്. കാരണം ഇതിനു മുൻപ് ഞാൻ അയാളെ കണ്ടിട്ടില്ല. ഐ ഹാവിൻറ്റ് സീൻ ഹിം ബിഫോർ. കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഐ ഹാവിൻറ്റ് സീൻ ഹിം ബിഫോർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് ഐ ഡിഡൻറ്റ് സീ ഹിം ബിഫോർ എന്നോ ഐ ഹാഡിൻറ്റ് സീൻ ഹിം ബിഫോർ എന്നോ പറയാൻ പറ്റില്ല. അർത്ഥം മാറിപ്പോവും. ഐ ഡിഡൻറ്റ് സീ ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ കണ്ടില്ല എന്നായി പോവും. ഐ ഹാഡിൻറ്റ് സീൻ ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നായി പോവും. അപ്പോൾ ഇവിടെ വരുന്നത് ഐ ഹാവിൻറ്റ് സീൻ ഹിം എന്നാണ്. അതുപോലെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി പറയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ നമ്മളോട് പറയാണ്, ഞങ്ങൾ ഇതിനകം ആ ടിക്കറ്റ് വാങ്ങിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതെങ്ങനെ പറയും? വി ഹാവ് ഓൾറെഡി ബുക്ക്ഡ് ദ ടിക്കറ്റ്സ്. അതായത് നമ്മൾ ഈ പറയുന്ന സമയത്തിനകം തന്നെ അവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചതിലും മുൻപേ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു. ആ ഒരു അർത്ഥം കിട്ടാനാണ് വി ഹാവ് ഓൾറെഡി ബുക്ക്ഡ് ദ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ യൂസ് ചെയ്തത് കണ്ടോ, ഹാവ് ബുക്ക്ഡ്. അപ്പോൾ വി ഒന്നിലധികം പേരാണല്ലോ, അതുകൊണ്ടാണ് ഹാവ് വന്നത് കേട്ടോ. വി ഹാവ് ഓൾറെഡി ബുക്ക്ഡ്. ഇനി വേറൊരു സന്ദർഭം. നമ്മൾ ഓടിപ്പിടിച്ച് സ്റ്റേഷനിൽ എത്തിയതാണ്, ട്രെയിൻ വിട്ടു പോകാതിരിക്കാൻ. അവിടെ എത്തിയപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ നമ്മളോട് പറയുകയാണ്, നമ്മൾ ലേറ്റ് അല്ല, ട്രെയിൻ ദാ ഇപ്പം ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ എന്ന്. അപ്പോൾ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ട്രെയിൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണോ? അല്ല, ട്രെയിൻ എത്തിക്കഴിഞ്ഞു, അത് നടന്നു കഴിഞ്ഞു. പക്ഷെ തൊട്ട് മുൻപ് അത് സംഭവിച്ചേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് വി ആർ നോട്ട് ലേറ്റ്, ദ ട്രെയിൻ ഹാസ് ജസ്റ്റ് അറൈവ്ഡ് എന്നാണ്. അപ്പോൾ തൊട്ട് മുന്നേ നടന്നേ ഉള്ളൂ എന്നുള്ളൊരു ഇത് കിട്ടാനാണ് നമ്മൾ ജസ്റ്റ് എന്ന വാക്ക് യൂസ് ചെയ്തത്. പിന്നെ ട്രെയിൻ സിംഗുലറാണ്, ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ദ ട്രെയിൻ ഹാസ് എന്ന് പറഞ്ഞത്. ഇനി എത്തിച്ചേരുക എന്നതിനാണ് നമ്മൾ അറൈവ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഇവിടെ വന്നത്. ദ ട്രെയിൻ ഹാസ് ജസ്റ്റ് അറൈവ്ഡ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയുന്നത് നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ്. പക്ഷേ ചിലപ്പോൾ അത് തൊട്ട് മുന്നേ നടന്നതായിരിക്കും. ചിലപ്പോൾ കുറച്ച് മുൻപ് നടന്നതാണെങ്കിലും അതെപ്പോഴാണെന്ന് നമുക്ക് അറിവുണ്ടാവില്ല, ഓർമ്മയുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ ഈ ഹാസ് അല്ലെങ്കിൽ ഹാവ് അതിൻ്റെ കൂടെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം യൂസ് ചെയ്യും. എന്നിട്ട് അതിനിടുന്ന പേരാണ് ഏറ്റവും രസം. നമ്മൾ വിളിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ്. സത്യത്തിൽ നമ്മളിവിടെ പറയുന്നത് നടന്നു കഴിഞ്ഞ, പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഞാൻ ഇതുവരെ വിദേശത്ത് പോയിട്ടില്ല. അപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനൊരു എക്സ്പീരിയൻസ് ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. എന്താ പറയുക? ഐ ഹാവ് നെവർ ട്രാവൽഡ് എബ്രോഡ്. വിദേശത്ത് പോകുന്നതിനാണ് ടു ട്രാവൽ എബ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ പോയിട്ടില്ല. ഞാൻ പറഞ്ഞത് കണ്ടോ, ഐ ഹാവ് നെവർ ട്രാവൽഡ് എബ്രോഡ്. ഇങ്ങനെയുള്ള നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു ആളുടെ കൈ ഒടിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയതാണ്. ഡോക്ടർ കൈയൊക്കെ പരിശോധിച്ചിട്ട് എന്തായിരിക്കും പറയുക? അവളുടെ കൈ രണ്ടിടത്ത് ഒടിഞ്ഞിട്ടുണ്ട്. ഒടിഞ്ഞു എന്നല്ല ഡോക്ടർ പറയുക, ഇത് നോക്കിക്കൊണ്ട് ഡോക്ടർ പറയാണ്, എക്സ്റേ നോക്കിക്കൊണ്ട് പറയാണ് അവളുടെ കൈ രണ്ടിടത്ത് ഒടിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് പറയാം ഷീ ഹസ് ബ്രോക്കൺ ഹെർ ആം ഇൻ 2 places. അപ്പോൾ ഒടിയുക എന്നുള്ളതിന് ബ്രേക്ക് എന്നാണ് പറയുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ബ്രോക്കൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ഷീ ഹാസ് ബ്രോക്കൺ ഹെർ ആം ഇൻ 2 places. ഷീ സിംഗുലർ ആണല്ലോ, ഒരാളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഷീ ഹാസ് എന്ന് വന്നത്. വേറൊരു സെൻറ്റൻസ്. ഞാൻ ഈ ആഴ്ച 2 പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഞാൻ ഈ ആഴ്ചത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇന്ന് ചൊവ്വാഴ്ചയാണ്. അതിൻ്റെ അർത്ഥം ആഴ്ച കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് ദിവസങ്ങൾ.
ഒരു പക്ഷേ ഞാൻ ഇനിയും പുസ്തകങ്ങൾ വായിച്ചേക്കാം. അപ്പോൾ അവിടെ ഞാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ഞാൻ പറയും ഐ ഹാവ് റെഡ് 2 books ദിസ് വീക്ക് എന്ന്. വായിക്കുക എന്നുള്ളതിന് റീഡ് എന്നല്ലേ പറയുന്നത്. വായിച്ചു എന്ന് പറയാൻ റെഡ് എന്നാണ് പറയുക. പക്ഷെ സ്പെല്ലിങ് സെയിം ആണ്. അതുപോലെ തന്നെ അതിൻ്റെ V3 ഫോമും റെഡ് തന്നെയാണ്. സ്പെല്ലിങ് READ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് ഐ ഹാവ് റെഡ് 2 books ദിസ് വീക്ക് എന്നാണ്. ഇങ്ങനെ ദിസ് വീക്ക്, ദിസ് ഇയർ ഒക്കെ പോലെയുള്ള കഴിഞ്ഞിട്ടില്ലാത്ത ആ ഒരു ടൈമിനെ പറ്റി പറയുമ്പോൾ, അൺഫിനിഷ്ഡ് ടൈമിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഒരു കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പറയാണ് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും നല്ല കേക്കാണിതെന്ന്. ഇംഗ്ലീഷിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് കേക്ക് ഐ ഹാവ് എവർ മെയ്ഡ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ എന്നുള്ളൊരർത്ഥം കിട്ടാനാണ് ഐ ഹാവ് എവർ മെയ്ഡ് എന്ന് പറഞ്ഞത്. ഈ എവർ, നെവർ എന്നൊക്കെയുള്ള വാക്കുകൾ വരുമ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിളൂടെ പറയാം. ആ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതിൽ പിന്നെ, അതായത് അന്ന് മുതൽ ഞാൻ ടെന്നീസ് കളിച്ചിട്ടില്ല. ഐ ഹാവൻ പ്ലേഡ് ടെന്നീസ് സിൻസ് മൈ ആക്സിഡൻറ്റ്. അപ്പോൾ അന്ന് മുതൽ, അന്ന് തൊട്ട് എന്നൊക്കെയുള്ളൊരു അർത്ഥം കിട്ടാനാണ് നമ്മൾ സിൻസ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ സിൻസ്, ഫോർ ഒക്കെ വരുമ്പോഴും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബേസ് ചെയ്ത് ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ശരിക്കും വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അവർ 2011 വിവാഹിതരായത്. ദേ സ്പേസ് മാരീഡ് ഇൻ 2011. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചല്ലോ, എപ്പോഴാണ് നടന്നതെന്ന് കൃത്യം ആ ഒരു സമയം, ആ ഒരു തീയതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് ഗോട്ട്, ഹാവ് ഗോട്ട്, ഹാഡ് ഗോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അതിഥികൾ പോയതിന് ശേഷം ഞങ്ങൾ വീട് ക്ലീൻ ചെയ്തു. ആഫ്റ്റർ ദ ഗെസ്റ്റ് സ്പേസ് വി ക്ലീൻഡ് ദ ഹൗസ്. ഓപ്ഷൻസ് ലെഫ്റ്റ്, ഹാവ് ലെഫ്റ്റ്, ഹാഡ് ലെഫ്റ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അയാൾ പല മൂവീസിലും അഭിനയിച്ചിട്ടുണ്ട്. ഹി സ്പേസ് ഇൻ മെനി മൂവീസ്. ഓപ്ഷൻസ് ആക്റ്റഡ്, ഹാസ് ആക്റ്റഡ്, ഹാഡ് ആക്റ്റഡ്. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുന്നത് എനിക്ക് തീർച്ചയായിട്ടും വലിയ പ്രോത്സാഹനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. അധികം താമസിയാതെ ഞാൻ വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ ബൈ.